അപ്പോൾ ഞങ്ങൾ ഹൈദരാബാദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ കാറിന്റെ എന്താണ് ഇത് ടാക്സിയുടെ ഒരു വലിയ ഒരു നിര തന്നെ നമുക്കിവിടെ കാണാം. കാരണം ഇവിടെ അതിനുവേണ്ടി തന്നെ മത്സരമാണ്. എത്ര പേരാ ഇതുകൊണ്ട് ഉപജീവനം നടത്തുന്ന അറിയോ? ഇത് എന്നെ സംബന്ധിച്ച് ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ടാക്സിയുടെ ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എയർപോർട്ടിൽ എത്രയോ ആൾക്കാർ ഈ ടാക്സി കൊണ്ട് ഉപജീവനം നടത്തുന്ന ആൾക്കാരുണ്ട് ഈ ഹൈദരാബാദ്. അത് എന്നെ സംബന്ധിച്ച് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സോണിച്ചൻ നന്ദാകുളമാണ്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഹൈദരാബാദിലുള്ള രാമോജി ഫിലിം സിറ്റിയിലാണ്. നമുക്കറിയാം, ഞാൻ ഇത്രയും നാളും പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ രാമോജി ഫിലിം സിറ്റി എന്നുള്ളത്. എൻ്റെ ഒരു സ്വപ്നം ഇന്ന് പൂവണിഞ്ഞിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊച്ചിയിൽ നിന്നും ഫ്ലൈറ്റിൽ ഞാൻ ഇപ്പോൾ നമ്മളുടെ രാമോജി ഫിലിം സിറ്റിയിൽ രാവിലെ തന്നെ എത്തിച്ചേർന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം അല്ലേ? ഏതാണ്ട് 3500-ൽ പരം ഫിലിം ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. 3500-ൽ പരം ഫിലിം ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 2000 ഏക്കറിന് മുകളിലാണ് ഇവിടെ ഈ ഫിലിം സിറ്റി സ്ഥിതി ചെയ്യുന്നത്. കാരണം അത്രയ്ക്ക് വിസ്തീർണമേറിയ ഒരു സ്ഥലമാണ്. പിന്നെ വേൾഡ് റെക്കോർഡും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഈ ഫിലിം സിറ്റിക്ക്. അതുപോലെ ഇവിടെ ഏതാണ്ട് 15,000-20,000 പേരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യവും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അതായത് ഈ ഒരു ഹാളിൽ തന്നെ അത്രയ്ക്ക് വലിയ ഒരു കപ്പാസിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും, നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ നമുക്കിവിടെ ചെയ്യാം. ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പറയുന്നതിനേക്കാൾ കൂടുതൽ അത്ഭുതപ്പെട്ടു പോകും. അത്രയ്ക്ക് കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ ഫിലിം സിറ്റിയിൽ കാണാൻ സാധിക്കും. ഞാൻ ഇവിടെ വന്ന് കയറിയപ്പോൾ മുതൽ ആ എൻട്രൻസ് മുതൽ ഇങ്ങോട്ട് വലിയ അത്ഭുതപ്പെട്ടാണ് ഇങ്ങോട്ട് കണ്ട് ഓരോ കാഴ്ചകളും കണ്ട് കയറുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഞാനിപ്പോൾ ഹൈദരാബാദിലെ രാമോജി സിറ്റിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോ നമ്മളുടെ മലയാള സിനിമയായ ഉദയനാണ് താരം എന്ന ചിത്രത്തിലെ, മോഹൻലാൽ ചിത്രത്തില് മീന പാടി അഭിനയിച്ച ഒരു പാട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കരളേ എനിക്ക് പാട്ടറിയില്ല, പക്ഷെ ആ പാട്ട് ഈ വണ്ടിയിലാണ് പാടി ചിത്രീകരിച്ചത് കേട്ടോ. ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ആ പടം ഒന്ന് കാണുമ്പോൾ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കോളൂ. ഈ വണ്ടിയിലാണ് പാടി അഭിനയിച്ചത്. നമുക്കറിയാം, ഒരുപാട് ബൃഹത്തായ ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ അണിയിച്ചൊരുക്കിയ ഒരു സ്റ്റുഡിയോയാണ് ഇത്. അപ്പോ രാമോജി സിറ്റി എന്ന് പറയുന്നത്, ഫിലിം സിറ്റി എന്ന് പറയുന്നത് വേൾഡിലെ ഏറ്റവും വലിയ നമ്പർ 1 ഫിലിം സിറ്റിയാണ്. ഇവിടെ നമുക്കറിയാം, ബാഹുബലി പോലെയുള്ള വലിയ സിനിമകൾ ചിത്രീകരിച്ച സ്ഥലമാണ്. പിന്നെ മലയാളത്തിലെ ഒട്ടുമിക്ക സിനിമകളും ഇവിടെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ നാനാ ഭാഷകളിലുള്ള ചിത്രങ്ങൾ ചിത്രീകരിച്ച ഒരു സ്ഥലം കൂടിയാണ് ഈ രാമോജി ഫിലിം സിറ്റി എന്ന് പറയുന്നത്. ഇത് ബാഹുബലിയുടെ ഒരു പ്രധാനപ്പെട്ട ലൊക്കേഷനാണ് ഈ സംഭവം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നല്ല പെരുവെയിലത്താണ് കേട്ടോ. അതായത് ഉച്ച സമയത്താണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ചൂടും ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ രാമോജി ഫിലിം സിറ്റിയിൽ ഭയങ്കര ഈ സമയത്ത് ഉച്ച സമയമായിട്ട് നല്ല വെയിലത്ത് നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. നമ്മുടെ ബാഹുബലിയുടെ ഫുൾ സെറ്റ് ഇതിനകത്താണ്. അതായത് നല്ല മനോഹരമായ സെറ്റാണ്. അപ്പോൾ ഇത് മനസ്സിലായി, ഇതൊക്കെ നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇതിന്റെ ഓരോ മുക്കും മൂലയും ഈ സിനിമയുടെ നല്ല ഒരു കഥ പറയുന്ന, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അത്രയ്ക്ക് വലിയ ബ്രഹ്മാണ്ഡ ചിത്രമാണ്. അതായത് കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് ചെയ്ത ഒരു സിനിമയാണ്. അപ്പോൾ ഞാനിത് തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതലേ എനിക്ക് ഈ സ്ഥലം ഒന്ന് കാണണമെന്നൊക്കെ അതിയായ ആശയമുണ്ടായിരുന്നു. പക്ഷെ അത് വന്ന് കണ്ടു, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ലൊക്കേഷനൊക്കെ വന്ന് കണ്ടപ്പോൾ ഇൻഡോർ സ്റ്റുഡിയോ ആണ്. അപ്പോൾ വന്ന് കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. പൂർണ്ണ ഗർഭിണിയോ ശിശുവോ വൃദ്ധയോ നീയോ ഞാനോ വിചാരണാരീതി ഒന്നു തന്നെ. നടന്നത് എന്താണെന്ന് അറിയുമോ നിനക്ക്? എന്താ നടന്നത് ദേവസേനെ? ശിവക്ഷേത്രത്തിൽ സ്ത്രീകൾ ഒരു വഴിയിലൂടെ പോകാൻ പറഞ്ഞു. ആ സമയത്ത് ഇയാൾ അവരുടെ ദേഹത്ത് കൈവച്ച് തടവി. എന്റെ ശരീരത്തിലും കൈവയ്ക്കാൻ നോക്കി. അവന്റെ വിരലുകൾ വെട്ടി ഞാൻ. നീ ചെയ്തത് തെറ്റ്. സ്ത്രീകളുടെ മേൽ കൈവച്ചാൽ വെട്ടി അരിയേണ്ടത് വിരലുകളല്ല, തലയാണ്. Abhinandana
സിനിമയിൽ ഈ ഒരു രംഗം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ശ്രദ്ധിച്ച് കണ്ടാൽ മനസ്സിലാവും. അതായത് സിനിമയുടെ ലൊക്കേഷനിൽ നിങ്ങൾ സിനിമ കാണുമ്പോൾ ഒന്ന് ശരിക്കും വാച്ച് ചെയ്തോളൂ. ഈ ഒരു ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ ഓരോ സ്ഥലത്തും ഓരോ കഥ പറയാനുണ്ട്. അതായത് ഇതിന്റെ മുഴുവൻ ഈ പറഞ്ഞ ബാഹുബലിയുടെ ലൊക്കേഷനാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഒരു 2000 ഏക്കർ സ്ഥലത്ത് ചിത്രീകരിച്ചിരിക്കുന്ന ഇൻഡോർ സ്റ്റുഡിയോ ആണിത്. അപ്പോൾ ഇതിനകത്താണ് അവർ സെറ്റ് ഇട്ടിട്ട് ഈ സിനിമ ബാഹുബലിയുടെ ഫുള്ള് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇതിനകത്താണ്. അപ്പോൾ ഇതൊക്കെ ഓരോ ബിൽഡിങ്ങും കാര്യങ്ങളും പിന്നെ കൊട്ടാരത്തിൻ്റെ അതൊക്കെ കാണിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഫ്രണ്ടൊക്കെയാണ് ഇത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റുമുള്ള ഓരോ കെട്ടിടത്തിനും ഓരോ സിനിമയിലും നല്ല നല്ല സീൻസും കാര്യങ്ങളും ചിത്രീകരിച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ബാഹുബലി ഫുള്ള് ചിത്രീകരിച്ചിരിക്കുന്നത് ഈ സ്റ്റുഡിയോയ്ക്കുള്ളിലാണ്. पर यहाँ से लेके पूरा हॉर्स है। Pulls down. ഇതിൽ നിന്നുണ്ട് അവിടെ 35